പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Check the mic and make sure it sound right, boys. ഞാൻ കുറച്ചു കാലമായിട്ട് ലണ്ടൻ വീഡിയോസിനൊക്കെ മാറി നിൽക്കുമായിരുന്നു. ഞാൻ മറ്റേ നമ്മളെ ഇസ്രായേൽ പാലസ്തീൻ സീരീസുമായിട്ടുള്ള വീഡിയോസുമായിട്ടായിരുന്നു എൻ്റെ ചാനൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതായി വീണ്ടും കുറച്ച് ലണ്ടൻ കാഴ്ചകൾ കാണിച്ചു തരാൻ കരുതി. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ലണ്ടനിൽ. കാരണം ഇപ്പം ലോക്ക്ഡൗണും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ആ ലണ്ടൻ്റെ റിയൽ വൈബ് വീഡിയോയിൽ കാണിക്കാൻ പറ്റണമെന്നില്ല. അത് കാരണം ഞാൻ പലപ്പോഴും ഈ കാഴ്ചകൾ കാണിക്കുന്നതിന് മാറി നിൽക്കുമായിരുന്നു. രണ്ടാമത്തെ റീസൺ, എനിക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ മാത്രമേ എൻ്റെ വീഡിയോസിൽ കാണിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പുതിയ രാജ്യത്തേക്ക്, പുതിയ നഗരങ്ങൾ, ഇതൊക്കെയാണ് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലണ്ടൻ്റെ കാഴ്ചകളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും ഒരു ഹിഡൻ കാഴ്ച, ലണ്ടനിൽ അധികം ആരും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ അധികം ആരും വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് അല്ലാത്തൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഗ്രാഫിറ്റി ടണലാണ്. It sound right, boys. ലണ്ടനിലൊരു വലിയൊരു സ്റ്റേഷനാണ് വാട്ടർലൂ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ. ഈ വാട്ടർലൂ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ടണൽ വരുന്നത്. ഈ ഒരു ടണലിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും സ്പ്രേ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഒരുപാട് ആർട്ടിസ്റ്റ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് വന്നിട്ട് അവരുടെ ഐഡിയോളജീസ്, അവരുടെ ഐഡിയാസും കാര്യങ്ങളും, അവരുടെ പ്രതിഷേധങ്ങൾ, അവരുടെ ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ഈ വോളിലുണ്ടാവും. ചിലപ്പോൾ ഒരു നോർമൽ പെയിൻറ്റിങ് ആയിരിക്കാം, വാട്ടെവർ. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ചിലർക്ക് ഇതൊരു കുറച്ചൊരു വൃത്തികേടായിട്ട് തോന്നാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കൂടെ വേണം. ഇപ്പം ലണ്ടൻ എന്ന് പറഞ്ഞാൽ പൊതുവിലൊരു വൃത്തിയുള്ളൊരു സിറ്റിയാണ്, പക്ഷേ ഇതുപോലുള്ള ഒരു സ്പേസ് കൂടെ വേണം. ഇതുപോലുള്ള ആർട്ടിസ്റ്റിന് വന്നിട്ട് അവരുടെ കഴിവുകൾ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണല്ലോ ഇത്. ഈ ഒരു ഗ്രാഫിറ്റി ടണൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ട്യൂബ് സ്റ്റേഷൻ ഉണ്ട്, വാട്ടർലൂ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയും. അതിന് തൊട്ടടുത്തായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടണലിന് മുകളിലൂടെ ഒരു ട്രെയിൻ ട്രാക്ക് കൂടി പാസ് ചെയ്യുന്നുണ്ട്. വാട്ടർലൂ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ലീഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന തെരുവിലാണ് ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു പുഴയിൽ 2 തവണ കുളിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു ടണൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മറ്റൊരാളിലൂടെ. കാരണം ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ 1 മണിക്കൂറിനകം തന്നെ പുതിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നു. പുതിയ പെയിൻറ്റേഴ്സും പുതിയ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരുപാട്. ഇന്നിപ്പോൾ ഞാൻ വന്ന സമയത്ത് ഒരു 3-4 ആർട്ടിസ്റ്റാണ് ഉള്ളത്. സാധാരണ ഇതിപ്പോൾ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റും അവരുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അടുത്ത് അറിയാൻ പറ്റും അവരെങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്, അവരെന്ത് ഐഡിയാസാണ് യൂസ് ചെയ്യുന്നത്, എത്ര നേരം എടുക്കും ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളതെല്ലാം അറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം. ഈ ഒരു ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 300 മീറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടണലിനെ മുഴുവനായും ഇവിടുത്തെ കലാകാരന്മാർ ഉപയോഗപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ടണലിൻ്റെ റൂഫ് അടക്കം എല്ലായിടത്തും അവരുടെ വർക്കുകൾ നമുക്ക് കാണാനും പറ്റും. ഈ ഒരു ടണലിൽ എവിടെ വേണമെങ്കിലും കലാകാരന്മാർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാമെങ്കിലും ചില പ്രമുഖരായ കലാകാരന്മാരുടെ ഗ്രാഫിറ്റി വർക്കുകൾ അവരോടുള്ള ബഹുമാന സൂചകമായി അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നതും കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലണ്ടനിലെ ഒരു ഹിഡൻ അട്രാക്ഷൻ തന്നെയാണ്. അതും വാട്ടർലൂ എന്ന് പറയുന്ന ലണ്ടൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ലണ്ടനിൽ വരുന്നവർ ഇത് മസ്റ്റായിട്ടും കണ്ടിരിക്കണം. ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ഉണ്ട്, ബാൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള. പുള്ളിയാണ് ശരിക്കും ഒരു ഇവിടുത്തെ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മുൻപ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഇസ്രായേൽ പാലസ്തീൻ വോൾ, സെപ്പറേഷൻ വോൾ, അവിടുത്തെ ആർട്ടും കാര്യങ്ങളെല്ലാം തന്നെ. അത് ചെയ്ത ആൾ തന്നെയാണ് ഇവിടെയും ആർട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പരിധി വരെ. അപ്പോൾ എനിക്ക് അയാളുടെ തന്നെ 2 ആർട്ടുകൾ 2 വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ കാണാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഇവിടെ ഇവരോട് നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോൾ ശരിക്കും അനുവാദം ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ചിലർക്ക് അത് ഇഷ്ടമല്ല, കാരണം അവർ ആർട്ട് വർക്ക് അവരത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒരു ക്ലോസപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലർക്കത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ചോദിച്ച് അനുവാദം കിട്ടിയ ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഞാൻ
ഇതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നല്ല. Check the mic and make sure it sound right, boys. വരെ ശരിക്കും ഇവിടെ ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നിയമവിരുദ്ധമായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ക്യാൻസ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ആർട്ടിസ്റ്റ് ബാൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ്, പുള്ളി ഇവിടെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഒരു ലീഗലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ഇപ്പം ഇതൊരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് അവരുടെ സ്പ്രേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. It sound right, boys. സാധാരണ ഇത്തരം ഗ്രാഫിറ്റിയൊക്കെയുള്ള ഇടങ്ങൾ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവാറുള്ള ഇടങ്ങളായി കണക്കാക്കാറുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴായി ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള സേഫ്റ്റി ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വേണം പറയാൻ. Sound right, boys. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സൗണ്ടിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ, കാരണം ഇവിടെ എക്കോ ഭയങ്കരമുണ്ട്. അതുകൂടാണ്ട് എന്തോ ഒരു റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണോ അല്ലേ എന്നറിയില്ല. എനിവേ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇതുപോലുള്ള ഒരു ഹിഡൻ കാഴ്ചകളും മറ്റൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.